ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വ്ളോഗാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇൻട്രോ വീഡിയോ പറയാൻ മറന്നുപോയി, എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നിങ്ങളെന്തായാലും ബാക്കി വീഡിയോ കാണാം. ഓണക്ക ഇസ് ദ കമ്മിങ് ഗായ്സ്, ഓണക്ക ഇസ് ദ കമ്മിങ്, ഓണക്ക ഇസ് ദ കമ്മിങ് ഗായ്സ്. ഗായ്സ്, എനിക്ക് ഉണക്ക തന്നിരിക്കുന്ന സാധനം നോക്ക് ഗായ്സ്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഉണക്ക് എനിക്ക് തന്നിരിക്കുന്നതാണ് ഈ പൂവും ഈ മിഠായി. ഞാൻ ഇനി എനിക്ക് എന്റെ ജീവിതം സംതൃപ്തിയായി. എനിക്ക് ചത്ത മതി എനിക്ക്. ഹലോ ഗായ്സ്, നമ്മളിവിടെ ട്രയലിൽ വന്നിരിക്കുന്നു. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ പിന്നെ ചായ കുടിക്കാൻ ചൂടായ കാരണം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം കുറച്ച് ഓൾട്ടർനേഷൻ്റെ പരിപാടി ഉണ്ട്. ഒരു മൈക്ക് വാങ്ങിക്കണം അല്ലേ? ഇന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഞാൻ മൈക്ക് വാങ്ങിക്കാമെന്ന് വെച്ചിരിക്കണായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇനി മൈക്ക് വാങ്ങിക്കും. ഇപ്പം ഞങ്ങൾ എവിടെ ഇരിക്കണേന്ന് വെച്ചാൽ അവരുടെ പേരെന്താ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റെയിൻബോ ഫാബ്രിക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുള്ള കട. പേരറിയില്ല, വെട്ടങ്ങറങ്ങാണ്. ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം നയനെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തിടും, ഞാനിടും. എനിക്കെന്ത് പേടിക്കാൻ? നമ്മളെങ്ങനെയാണ് നമ്മളത് റിയൽ ലൈഫാണ് നമ്മൾ കാണിക്കേണ്ടത്. റോ ആയിട്ടുള്ളത്. അവ പൂതന്ന് പിന്നെ ആൾക്കാർക്ക് ഞങ്ങളെ ട്രോളാണ് പണി. ഗായ്സ്, ഇവിടെ മഴ പെയ്ത് രാവിലെ മൊത്തം വെയിലായിരുന്നു. അപ്പം ഇപ്പം മഴ പെയ്തപ്പോൾ ഇവള് പറയണ എന്താന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞില്ല. ഞാൻ വന്നുകൊണ്ടാണ് മഴ പെയ്യണേന്ന്. ഞാൻ വന്നുകൊണ്ട് മഴ പെയ്യാൻ ഞാനായിരിക്കും. അല്ല, ഞാൻ വന്നുകൊണ്ട് മഴ പെയ്യാൻ ഞാനായിരിക്കും. നീ പറഞ്ഞു പിന്നെ തമാശകൾ. ഞങ്ങളുടെ ജ്യൂസ് വന്നു കഴിച്ചു. അപ്പം ഞങ്ങൾ ഇനി ജ്യൂസ് കുടിക്കട്ടെ. കാണിച്ചത് ഞാൻ ആണോ സ്ഥിതിക്കായിട്ട് ഞാൻ എടുക്കണം. നോക്ക്, ഇവിടെ പറയുന്ന സോസിന്റെ കുപ്പിക്ക് സ്ഥിതിക്കില്ലാതെ. എനിക്ക് മാംഗോയാണ് ഇഷ്ടം. കാരണം മാംഗോ എപ്പോഴും നല്ലതാണ്. അതിനൊരു വെള്ളം അവിടെ ക്ലാസ് പറയണം. ക്ലാസ്സിൽ അവള് ക്ലാസ് ടോപ്പറായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നിച്ചാണ് പഠിച്ചത്. അതാണ് സത്യം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ 5ാം ക്ലാസ് വരെയും ഇൻട്രോവേർട്ടായിരുന്നു ഗൈസ്. സത്യമായിട്ട് ഞാൻ ഇൻട്രോവേർട്ടായിരുന്നു. അപ്പം എൻ്റെ ടീച്ചർ, അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ ഈ കഥയൊക്കെ പറയണത്. എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഗായ്സ്, ഇന്ന് സത്യം പറഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണമാണ് ഗായ്സ്. കാരണം വെയിലും മഴയും കൂടി വന്ന് കണ്ട. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. മഴ കാണാൻ പറ്റുന്നില്ല, അതാണ്. പക്ഷെ മഴയുണ്ട് സത്യത്തിൽ. അപ്പം അതിനാണ് എനിക്ക് പണ്ട് പറഞ്ഞു തന്നത് കുറുക്കൻ്റെ. സത്യമായിട്ടും പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. എന്തെങ്കിലും പറയാണ്ടത് എനിക്ക്? അവക്ക് എന്നെ കൊണ്ട് മതിയായി. തനിക്ക് അങ്ങനെ മതിയായി എന്നെ കൊണ്ട്? തന്നെ ഒഴിവാക്കുക തന്നെ എന്നെ. എൻ്റെ തല മൊത്തം വെട്ടടിച്ചോണ്ടിരിക്കും. ഉണക്കി നീ ശ്വാസം വലിക്കുന്ന ഉടമ്പരി കേൾക്കും. ഗായ്സ്, ഞങ്ങളുടെ ഷോപ്പിംഗ് മൊത്തം കഴിഞ്ഞു ഗായ്സ്. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റീൽസാണ് വിചാരിക്കും ഞങ്ങൾ വലിയ വലിയ ക്യാഫേയിലൊക്കെ പോകുന്നത്. പക്ഷേ ഫൈനലി ഞങ്ങൾ ഈ കടയിൽ. പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഞാനതൊന്നും പറയാത്തത്. തനിക്ക് എന്നെ വ്ളോഗിൽ വരാൻ ഇഷ്ടമല്ലേ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ പിന്നെ പറയാം ഗൈസ്. അതായത് ഞാൻ 5ാം ക്ലാസ് വരെ ഇൻട്രോവേർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ് ടീച്ചർ ഉണക്കിന് തൊട്ട് ഫ്രണ്ടിൽ എൻ്റെ സീറ്റ് കൊണ്ടേ വെച്ച്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനില്ലേ എക്സ്ട്രോവേർട്ടായി പോയി. ഇവളുടെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പഠിപ്പിച്ചിട്ട് അഞ്ഞിപ്പെട്ട് ഇങ്ങനെ ചപ്പുക ചളികളൊക്കെ പറഞ്ഞിരുന്നേന്. ഞാൻ പറയണ തമാശയിൽ എല്ലാവരും ചിരിക്കാറുണ്ട്. ഇല്ലേ, പേടിയാണ് വന്നിട്ട്.
തന്റെ മുഖം കാണുന്നത്. അതെ, എന്റെ മുടിയൊക്കെ ഷോർട്ട്. ചൂടത്ത് വന്നോണ്ടാണ്, നല്ല സെറ്റപ്പായിട്ട് വന്നേ ഞാൻ. ചൂടത്ത് വന്നോണ്ടായി പോയതാണ്. ഇല്ല, അത് വേർത്തോണ്ട് എടോ, വേർത്തോണ്ടാണ്. താൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇതാക്കുന്നത് എന്തിനാണ്? അവള് പറയുന്നത് വിശ്വസിക്കരുത്. സത്യം പറയാൻ ഇങ്ങനെ വേർത്തപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നണ്ട. എന്തോ പറയാനുണ്ടല്ലോ. എന്താ പറയാനുള്ള? ക്യാമറ ഓഫ് ആക്കിയാലോടല്ലേ പിന്നെ ചളി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ഓൺ ആക്കിയാൽ അപ്പം തന്നെ വാ മൂടും. എന്നിട്ട് അറിയാം സ്റ്റേജ് ഫിയറാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇവളെ എൻ്റെ ഒപ്പം സ്കൂളിലും ഞാൻ ഇവളെ 1ാം ക്ലാസ് തൊട്ട് കാണാറുണ്ട്. കാരണം ഞാൻ D സെക്ഷനിൽ, അവള് C സെക്ഷനിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അസംബ്ലി ലൈനിൽ നിർത്തുമ്പോൾ C D ഒരുമിച്ചാണ് നിർത്താറ്. അപ്പൊ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഇവള് നിൽക്കണം. അങ്ങനെ അപ്പം തൊട്ട് 1ാം ക്ലാസ് തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവളെ. പിന്നെ പറയാനാണെങ്കിൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ എനിക്കാണ് ഇവിടെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. ഇവക്ക് എന്നോടുള്ള കള്ള ഫ്രണ്ട്ഷിപ്പാണ്. കള്ള ഫ്രണ്ട്ഷിപ്പ്. അല്ലാണ്ട് ക്ലാസ് വന്നപ്പോഴേ 5ാം ക്ലാസ്സിൽ കണ്ടുള്ളത് മനസ്സിലായില്ലേ? എനിക്ക് എന്റെ ക്ലാസ്സിൽ വേറെ ആരെങ്കിലും അറിയായിരുന്നു? അൻമേരിനെ അറിയായിരുന്നു. 5th അറിഞ്ഞ, ആദ്യം അറിഞ്ഞ അൻമേരി, സ്നേഹ, പ്രകൃതി പാട്ടിയ. എന്റെ ക്ലാസ്സിൽ പിന്നെ ഹിന്ദി പിള്ളേരായിരുന്നു മൊത്തം. എന്ത് പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിലും പിന്നെ ഉണക്ക എന്നൊരു മിഠായി ഉണ്ട്, അത് നമുക്ക് കഴിക്കാം. അതിപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് കഴിക്കാം. ഞങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ മപ്പാസ്, ചിക്കൻ മപ്പാസ്, പിന്നെ ചപ്പാത്തി, പൊറോട്ട എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ റിച്ചാണെന്ന് നോക്കാനല്ലേ, ചുമ്മാ പറയണേ ഗൈസ്. മപ്പാസാണ് ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട്. ഗൈസ്, ഞങ്ങളിപ്പോൾ സുഭാഷ് പാർക്കിൽ വന്നിരിക്കുകയാണ്. കാരണം മനസ്സിന് സന്തോഷം കിട്ടാൻ. എങ്ങനെയുണ്ട് എൻ്റെ മുടി? ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ അത്രക്കാരി നെയ്യേ. ഞാൻ നിങ്ങൾക്ക് സുഭാഷ് പാർക്കിൻ്റെ വ്യൂ കാണിച്ചത്. ഇപ്പം നിങ്ങൾ ബാംഗ്ലൂരാണെങ്കിൽ പറയും കബൺ പാർക്ക് ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും സുഭാഷ് പാർക്ക് വന്നിട്ടുണ്ടോ? അത്ര നല്ല സൂപ്പർ സ്ഥലം നിങ്ങൾക്ക് എവിടെ കിട്ടും. ഒരു സൈഡിൽ നല്ല പച്ചിപ്പ്, മറ്റേ സ്ഥലത്തില്ലേ വെള്ളം, നല്ല കാറ്റ്, കടൽ കാറ്റ്, തണുപ്പ്, വൈബ് എന്ന് പറഞ്ഞ വൈബാണ്. വൺ വൈബ്. അതെ. ഇല്ല, ഞാൻ ഇടുന്നില്ല. ഞാനിതേ നല്ല ഇവിടെ എന്താന്നറിയില്ല, ഭയങ്കര മുഖം കണ്ടാ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിലടിച്ചിട്ട്. ഇത് ആക്ച്വലി എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ്. ഞങ്ങളത് വാങ്ങിച്ചിട്ട് ഇവിടെ വെറുതെ വന്നിരിക്കണേ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. മുഖം എനിക്ക് വെയിലെടുത്ത് ഈ കത്തിയ പോലെ ഉണ്ട് മുഖത്തിലല്ലേ. ഇത്തിരി വെട്ടം കുറച്ച് നോക്കട്ടെ. ഇപ്പോൾ ഇത്തിരി മേനയില്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ കാറ്റും കൊണ്ടിരിക്കണേ. പിന്നെ വ്ലോഗ് എടുക്കാൻ പറ്റില്ല, കുറേ ആൾക്കാർ മലയാളീസാണ്. ഉണക്കിക്ക് ഇവിടെ കപ്പലണ്ടിക്കാരൻ വരുമോ എന്ന് അന്വേഷിച്ചിരിക്കണേ. ഞാനിവിടെ പ്രാവിനെയും കപ്പിൾസിനെ നോക്കിയിരിക്കണേ. അത് റെക്കോർഡായില്ലെന്നുണ്ട്. ഞാൻ പറഞ്ഞ റെക്കോർഡായില്ല, സോറി ഗൈസ്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഞാൻ നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ടാണ്. കണ്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കണേ വെറുതെ കാറ്റൊക്കെ കൊണ്ട്. എൻ്റെ കൊച്ചി സ്ലാങ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഇവരൊന്നും പറയില്ല. എൻ്റെ ഫ്രണ്ട്സ് കൊച്ചി തന്നെയാണ് ജനിച്ചു വളർന്നത് കേട്ടോ. പക്ഷെ അവർക്ക് കൊച്ചി സ്ലാങ് ഇല്ല. പക്ഷെ ഞാൻ പ്രോപ്പർ കൊച്ചിക്കാരിയാണ്. ഞങ്ങൾ കൊച്ചിക്കാരാണ്, ഞങ്ങൾ കൊച്ചി ഭാഷയെ സംസാരിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പക്ഷെ വലിയ എനിക്ക് കൊച്ചി ഭാഷ വരുള്ളൂ. കൊച്ചി ഭാഷ ഒരു കൊച്ചിക്കാരിക്ക് പിന്നെ കൊച്ചി ഭാഷയിലാണ്. പിന്നെ ഏത് ഭാഷ വരണം? മുടി നോക്ക്, തീ കത്തി പോലെ ഉണ്ട് മുഖം. എന്താ പറയുക, മുഖം തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിൻ്റെയൊക്കെ വ്ളോഗിൽ ആരെന്ത് കാണാനിരിക്കണേന്ന് ചോദിക്കും. ഒന്നുമില്ല നിൻ്റെ സെൽഫ് ട്രോളിംഗ് ആണോ? എന്നെ ട്രോളാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല, മനസ്സിലായ? ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ ആർക്കും പിടിക്കാനുള്ള, അതാണ് സംഭവം. ഞാൻ ഇവളുടെ കൂടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് വന്നത്. ബോട്ട് കാണിച്ചുതരാം. ഇതെന്താണ് സാധനം എന്നറിയില്ല. എന്താണ് ഡോൾഫിനെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ. ഇതിന് ഇവള് പറയുന്നത് ഡോൾഫിനെ ഇവിടെ കാണാൻ പറ്റും, പക്ഷെ ഡോൾഫിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാനാണ്. പക്ഷെ ഇന്നില്ല എന്ന് പറഞ്ഞ ഇവളാണ്. കാരണം ഇന്ന് അവർക്ക് ഹർത്താലാണെന്ന്. എങ്ങനെയുണ്ട്?
ഇല്ല അവള് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞാണ്. ബിക്കോസ് നല്ല നല്ല ചളി എനിക്കാണ് വരുന്നത്. എന്നിട്ട് എന്താ എന്റെ ചളി ഇട്ട് അവള് ചിരിക്കണണ്ട. എന്റെ ഉള്ളവർ എന്താന്റെ പൊട്ട ചളിയാണ്. എന്നെ പോലത്തെ ഫ്രണ്ടിനെ കിട്ടിയോട്ടെ ലൈഫ് മൊത്തം ചിരിച്ചോണ്ടിരിക്കുക ആണോ? അതെ അതെ ഗോൾഡൻ സ്പാരോ. ആരും കാണാതെ ലിപ്സ്റ്റിക് ഇടിക്കണേണോ? എന്താ സുഖം. നല്ല വൈബാണ് ഗൈസ് ഇവിടെ. നല്ല പിക്കെടുത്തില്ല. സ്കിൽസ് ആരുടെ സ്കില്ല്? പക്ഷിയുടെ സ്കില്ല്. ആരുടെ ഓട്ടം? ഗായ്സ് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോവാണ്. കാരണം ഞാൻ മഴക്കാറ് വന്ന് കേട്ടല്ല. ഞങ്ങൾ തിരിച്ചു പോണേന് ഇനി അപ്പം ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പ് നനയും. അതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഗായ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.